all and welcome to Career Talks. അപ്പോൾ ഇന്നത്തെ Career Talk നമ്മോടൊപ്പം ഉള്ളത് ഫാത്തിമയാണ്. ഫാത്തിമ, വെൽക്കം ടു Career Talks with Avodha. താങ്ക് യു. ഫാത്തിമ ഏത് കോഴ്സാണ് അവോധ ചെയ്തിരുന്നത്? ഞാൻ 2 കോഴ്സ് ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഫാർമക്കോളജിയിലും. അപ്പോൾ ഇപ്പോൾ കറന്റ് ഇന്റേൺഷിപ്പ് കിട്ടിയിരിക്കുന്ന ഏത് കോഴ്സിനാണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, എവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്? എവിടെയാണ്? എറണാകുളം ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ടൈം ആയി? അപ്പൊ ഇന്റേൺഷിപ്പിന്റെ ടൈം 10 to 4 പറഞ്ഞേക്കണത്. ലാസ്റ്റ് ആകുമ്പോ നൈറ്റ് ഉണ്ടാവും പറഞ്ഞു. വർക്കിംഗ് ടൈം അത്ര വരുന്നല്ലേ? ഓക്കെ. സോ അപ്പോ എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? വെച്ചാല് ഹോസ്പിറ്റൽ ഫീൽഡില് ഇപ്പൊ നഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടതാണ്. ഇതാകുമ്പോ എഫേർട്ട് ഇല്ലെന്നല്ല, നമ്മൾ അതിനനുസരിച്ച് പരിശ്രമിക്കാനുണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയും കൂടിയാണ്. നമുക്ക് എല്ലാത്തിലും ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഫീൽഡ് മാത്രമേ ഇത് നമ്മൾ എല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ ഡോക്ടറുടെ അസിസ്റ്റന്റ് ആവണം, PROയുടെ അസിസ്റ്റന്റ് ആവണം, എല്ലാം. ചിലപ്പോൾ നമ്മൾ റിസപ്ഷനിൽ നിൽക്കണം, എല്ലാം ഓൾ ഇൻ വൺ ആയിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പൊ അതിലൊരു അങ്ങനെ ആ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞപ്പോ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ചേർന്നതാണ്. ക്ലാസ് ഒക്കെ വളരെ നല്ലതാണ്. ഇപ്പൊ സാധാരണ നമുക്ക് ഓൾറെഡി വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന നോട്ട്സ് ഒക്കെ ഇതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കൂടിയും ട്യൂട്ടർമാര് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് കേട്ടോണ്ടിരുന്നാൽ മതി. അതില് പിന്നെ വായിക്കണം എന്നൊന്നുമില്ല. പിന്നെ നമ്മൾ എക്സാം ആകുമ്പോൾ ജസ്റ്റ് വായിക്കണം എന്ന് പോലും ഇല്ല. എക്സാം ആകുമ്പോൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്നതാണ് അതിന്റെ ആൻസർ. വെച്ചാൽ മലയാളത്തിൽ അത്ര ഇതിൽ പറഞ്ഞു തന്നാലും നമുക്ക് വായിക്കണം പഠിക്കണം എന്നൊന്നും ഉള്ളത് നിർബന്ധമില്ല. നമുക്ക് ഓൾറെഡി മൈൻഡിൽ നിൽക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നു. ഒരു 3 മന്തോളം എടുത്തിട്ടുണ്ട്. അവോധയെ പറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി കഴിയണ ലാസ്റ്റ് ടൈമിലാണ് അവോധ എന്ന് പറഞ്ഞിട്ട് എന്നെ അറിഞ്ഞത്. അപ്പൊ അതേപോലെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇതേപോലെ ഓരോ കോഴ്സായിട്ട് നമ്മളിടക്ക് കോൾ ചെയ്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ കോഴ്സുകൾ നടക്കുന്നുണ്ട്, നമുക്കപ്പൊ പെട്ടെന്ന് പ്ലേസ്മെന്റ് ഉണ്ടാവുന്നൊക്കെ അറിഞ്ഞത്. അപ്പൊ അതിൽ പിന്നെ നമ്മൾ അന്വേഷിക്കണമായിരുന്നു എങ്ങനെയാണ് ക്ലാസ്സുകൾ എന്നുള്ളത്. അത് പിന്നെ കോളേജിന്റെ ഗ്രൂപ്പിലും ഇതേപോലെ അവോധയുടെ ഒരു ഗ്രൂപ്പ് വന്നിട്ട് പിന്നെ അതിൽ ഒരുപാട് ഇങ്ങനെ ജോലി കിട്ടിയത്, പ്ലേസ്മെന്റിന്റെ, ഇന്റേൺഷിപ്പിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് വേണ്ട. അപ്പൊ അതൊക്കെ കണ്ടപ്പോ പിന്നെയും ഇൻട്രസ്റ്റ് ആണ്. വെച്ചാൽ ഓൾറെഡി കൊറോണയുടെ ഇതൊക്കെ കാരണം നമ്മുടെ റിസൾട്ടുകൾ ഓൾറെഡി വൈകിക്കൊണ്ടേ ഇരുന്നായിരുന്നു, എക്സാം ആയാലും റിസൾട്ട് ആയാലും. അപ്പൊ ആ ഒരു ടൈം വെറുതെ വീട്ടിലിരുന്ന് നമ്മ വെറുതെ കളയാനാണ്. അതിനെ കൊണ്ട് വലിയ ഉപകാരമില്ലാത്ത ടൈമാണ്. ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ചെങ്കിൽ പഠിക്കാന്നുള്ള ഇതിലാകുമ്പോ നമുക്ക് കുറച്ച് മൈൻഡ് അതിനോടുകൂടി ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ടൈം കളയാന്നുള്ള ഇതിലേ പോകുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ വിചാരിച്ചത്. അപ്പൊ ഫീസ് നമുക്ക് നോക്കുമ്പോൾ അഫോർഡബിൾ ആണ്. ടൈം നമുക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യണത്. അപ്പൊ അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. ക്ലാസ് കഴിഞ്ഞ റിസൾട്ട് വന്ന കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ക്ലാസ് പകുതി ആയപ്പോഴും ജാപ്പിന്റെ കോഴ്സൊക്കെ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇന്റേൺഷിപ്പിന് പോവാം, ഏതായാലും അങ്ങനെ പോവാന്നുള്ളത്. അപ്പൊ ഇന്റേൺഷിപ്പിന് ഇപ്പൊ ജാപ്പിൽ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ക്ലാസ് തീർത്തത്. അപ്പൊ ക്ലാസ് കഴിഞ്ഞപ്പോ നമുക്ക് സമാധാനമായിട്ട് ഇന്റേൺഷിപ്പിനായാലും പോവാലോ. അങ്ങനെയാണ് ക്ലാസ്. അതുവരെ കുറച്ച് ലാഗ് മടിച്ചാണ് ക്ലാസ് കണ്ടതെങ്കിലും ഇന്റേൺഷിപ്പ് ഉണ്ട്, പ്ലേസ്മെന്റ് പെട്ടെന്ന് കിട്ടും എന്നുള്ള മനസ്സിലായപ്പോ പെട്ടെന്ന് ക്ലാസ് തീർത്ത് പിന്നെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയത്. കോളേജിൽ PSC ഫിസിക്സ്. ഫാത്തിമ, ഇത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന വലിയ താങ്ക്സ് ഉണ്ട്. ഞാൻ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ ജോയിനിങ്.